ഹായ് ഓൾ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളായിട്ട് എല്ലാവർക്കും ഒഴിവ് ദിവസമാണ്. എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കായിരിക്കും. അപ്പോൾ നമ്മളും ഇന്ന് പെരുന്നാളായിട്ട് സാധാരണ അവിടെയാണ് ഉണ്ടാവാറ്. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, കോലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത് എന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം ശനിയാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ പൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ആ പൂരത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ വീട്ടിൽ ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് കുറച്ച് ലീവും ഉണ്ട്. കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, വെള്ളി ശനി ഞായറൊന്നുമില്ല. മറ്റേത് ഇടയ്ക്ക് ട്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും പെരുന്നാളിൻ്റെ മുടക്കായിട്ട് ട്യൂഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കോലത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ രാവിലത്തെ പരിപാടിയൊക്കെയാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പരിപാടി വരികയാണെന്നുണ്ടെങ്കിൽ 4 ആൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം നമ്മുടെ ഫ്രിഡ്ജായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരി സ്ഥലമില്ല കേട്ടോ, ഒക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പാലൊക്കെ എടുത്തിട്ട് പാൽച്ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. വെള്ളി പെരുന്നാളാണെങ്കിൽ കൂടി ചേച്ചി പോയിട്ടുണ്ട്. കാരണം തൊട്ട് വരുന്ന ശനി ഞായർ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അന്നാണ് ലീവ് വേണ്ടത്. അതുകൊണ്ട് ഇന്ന് പോയി. അപ്പോൾ ശനി ഞായറൊക്കെ വീട്ടിലുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കില്ലു വരുന്നുണ്ട്, കില്ലു വന്നിട്ടുണ്ട്. ഇന്ന് കില്ലു ഒരു ഉച്ചയാകുമ്പോഴേക്കും എത്തി. അപ്പോൾ അവൾ എന്ന് പറയുമ്പോൾ ഇനി മുടക്കാണല്ലോ, അപ്പോൾ അവളെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവരുടെ എന്ന് പറയുമ്പോൾ കോളേജിൽ ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ക്ലാസ് കഴിയാൻ പോവുകയാണ്. അപ്പോൾ കില്ലുവിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഉള്ളപ്പോൾ എല്ലാവരും ഒപ്പം കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശനി ഞായറും ചേച്ചി അങ്ങനെ ലീവ് എടുക്കാമെന്ന് വെച്ചിട്ട് അന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെയാണ്, രാവിലത്തെ അടുക്കളയിലത്തെ ഒരു പരിപാടികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്നത് നമ്മുടെ നെയ്ച്ചോറാണ്. നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയാണ് അടുക്കളയിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും, നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ കൂടെ കൂടിയതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റോസ്റ്റൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആക്കത്തിൽ ഒരു ഉച്ച സമയത്തേക്കൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അതിൽ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ വേണ്ട വെജിറ്റബിൾസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാതും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ പാകമാണ്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് അങ്ങനെ ഊറ്റിയെടുക്കുന്ന രീതിയിലല്ല, അതങ്ങനെ സെറ്റായി വരുന്ന രീതിയിൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് നെയ്ച്ചോറ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ച തൊട്ടടുത്ത ദിവസം നാളെ അമ്പലത്തിലെ പൂരമാണ്. പക്ഷെ അവിടെ പൂരത്തിൻ്റെ മുന്നേ തന്നെ 4 ദിവസമായി അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. രാത്രിയാണെങ്കിൽ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയുടെ സമയമായപ്പോഴേക്കും പിന്നെ അവരെല്ലാവരും കൂടി വന്ന് അപ്പോൾ കണ്ട അല്ലുമോനാണെങ്കിൽ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലുമോന് മടിയാണ് കേട്ടോ. വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് എപ്പോൾ എടുക്കുകയാണെങ്കിൽ ആൾ കണ്ണും കൈയൊക്കെ പൊത്തും, മുഖമൊക്കെ പൊത്തി പിടിക്കുക. പക്ഷെ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ണനും നിത്തും അല്ലുമോനൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മ അങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ കില്ലു ആണെന്നുണ്ടെങ്കിൽ കില്ലുവിൻ്റെ ഫ്രണ്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ അവർ വരാൻ ടൈം ഒരു 12 മണിയൊക്കെ ആയെങ്കിലും നേരെ വന്നിട്ട് അവർ എന്താ പറയുക കുറ്റിപ്പുറത്തേക്കാണ് ട്രെയിൻ വന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എടപ്പാൾ വന്നു. അപ്പോൾ അവിടെ തന്നെയാണ് ചേച്ചി ഉള്ളത്. അപ്പോൾ അവരവിടെ ചേച്ചിയുടെ അടുത്തൊക്കെ പോയി. പിന്നെ അവർ കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിശക്കണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫുഡ് ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ട് അപ്പോൾ അവരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എന്താ പറയുക വീട്ടിൽ നോലുമ്പിലെ ടൈമിലൊക്കെ ഒരുപാട് മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്നത്തെ മാങ്ങച്ചാറ് എന്ന് പറഞ്ഞത് അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന മാങ്ങയാണ്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മാമയോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതുപോലെ മാങ്ങ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മാമയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് മാങ്ങ ഉണ്ട് കേട്ടോ. ഒരു ചാക്ക് മാങ്ങയൊക്കെയാണ് കണക്ക്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങയൊക്കെ അമ്മ ഇരുന്ന് അച്ചാറുണ്ടാക്കി കുറേ നേരത്തെ ഒരു പണിയാണ്. വലിയൊരു ചെമ്പ് നിറച്ച് മാങ്ങച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് അമ്മ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ മാങ്ങച്ചാറൊക്കെ എടുക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് മാങ്ങച്ചാറിൻ്റെ പാക്കൊക്കെ പൊട്ടിക്കുന്നത്. അങ്ങനെ
ഇതാണ് നമ്മുടെ കില്ലുവിൻ്റെ ഫ്രണ്ട് സാന്ദ്ര എന്നാണ് പേരിട്ട. അപ്പോൾ സാന്ദ്രയുടെ വീട് കോട്ടയത്താണ്, ഇവർ പഠിക്കുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ അങ്ങനെ സാന്ദ്രയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. കില്ലുവാണ് വിളമ്പി തരുന്നത്. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛൻ പാടത്തേക്ക് പോയി. അച്ഛനാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അച്ഛനെ കിട്ടില്ല, നാളെ അച്ഛൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി വരുന്ന ദിവസം നാളത്തെ ദിവസം അച്ഛൻ ഫ്രീ ആയിരിക്കും, നാളെ എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ എല്ലാവരും വീട്ടിലെല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു സമയമാണല്ലോ. അച്ഛനും അമ്മയുടെ കൂടെയൊക്കെ നമ്മളിങ്ങനെ പരമാവധി സമയമൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ എല്ലാവരോടും ഒത്തുചേർന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.